സ്കൂള് കഴിഞ്ഞാൽ ഇപ്പോൾ പാറക്കുട്ടി നേരെ പോകുന്നത് ഡാൻസ് ക്ലാസ്സിലോട്ടാണ്. അതുകൊണ്ട് തന്നെ പാറക്കുട്ടിയെ വൈകുന്നേരം വിളിക്കാൻ പോക്കാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന പരിപാടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവരാത്രി വരുമല്ലേ, അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ ആ പ്രോഗ്രാമിന് പാറക്കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രണ്ടിലിരിക്കുന്ന പാറക്കുട്ടിയില്ലേ, അതും പാറക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പാറുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളുടെ ഡാൻസ് സ്കൂളിലെ പ്രോഗ്രാമാണ്. അപ്പോൾ പാറക്കുട്ടിയും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേഹത്ത് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോഴത്തേനെ നമ്മുടെ ഡാൻസിനുള്ള കോസ്റ്റ്യൂം വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് ഇട്ട് നോക്കി ഒന്ന് സൈസ് ആണോ എന്നൊക്കെ നോക്കി. വണ്ണം എന്തായാലും കൂടുതലായിരിക്കും, നമ്മുടെ റെഡിമെയ്ഡ് സാധനമാണല്ലോ, അതിനെ ഓൾട്ടർ ചെയ്ത് എടുക്കണം. ബ്ലൗസൊക്കെ പക്ഷെ കറക്റ്റ് ഫിറ്റിന് കിട്ടി കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ബ്ലൗസൊക്കെ കറക്റ്റ് ഫിറ്റിന് കിട്ടി. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു കടയിലോട്ട് കയറി നിന്നു. അവിടുത്തെ കണ്ണാടിപ്പെട്ടിയിലിരിക്കുന്ന കേക്ക് കണ്ടിട്ട് കൊത്തി നോക്കുന്ന പാറക്കുട്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്ത് കോഫി വാങ്ങിച്ചേട്ടാ. നല്ല അടിപൊളി കോഫി ആയിരുന്നേ, ഒരു രക്ഷയില്ല. നല്ല മഴ, കോഫി, ആഹാ അടിപൊളി വൈബല്ലേ. എനിക്ക് നൊസ്റ്റുവിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ടൈമൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. നല്ല കോഫി ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാറക്കുട്ടിക്ക് അതിൻ്റെ മധുരമൊന്നും അറിയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2-3 ദിവസമായിട്ട് ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ പോയി കിടന്ന് കുത്തി മറിഞ്ഞിട്ടല്ലേ വരുന്നത്, അതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ പിന്നെ അസുഖം മാറാൻ ഇച്ചിരി ടൈം എടുക്കും. എന്നിട്ട് കേക്കൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തേട്ടാ. ബാക്കിൽ നന്നായിട്ട് മഴ ചാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. നമുക്ക് അധികം സമയമൊന്നും ഇല്ലടോ, കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.